ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പാണ്. ഇപ്പം ഞങ്ങൾക്ക് കറന്റ് നിൽക്കുന്നത് വിഞ്ചസ്റ്റർ ആണ്. വിഞ്ചസ്റ്ററിൽ നിന്ന് സൗത്ത് ആംപ്റ്റൺ പോയിട്ട് അവിടെ നിന്ന് ബോൺമൗത്ത് ആണ് കേട്ടോ പോകുന്നത്. 2 day ട്രിപ്പാണ്, ഗേൾസ് ഓൺലി ട്രിപ്പാണ്. അപ്പം ഇനി ബാക്കി ട്രിപ്പിൽ കാണിച്ചു തരാം. ഓക്കെ, ബൈ. ഇപ്പൊ നമ്മള് വിഞ്ചസ്റ്റർ കത്തീഡ്രലാണ് കേട്ടോ. മാത്രമല്ല എന്താ പറയാനുണ്ട് ഇതിന്? നമ്മളപ്പോൾ കത്തീഡ്രലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. കത്തീഡ്രലിൽ നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 13 pounds എന്തോ എൻട്രി ഫീ വരുന്നുണ്ട് ശരിക്കും. അത് നമ്മൾ ഇവിടെ ഒന്നല്ലെങ്കിൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രീ ബുക്കായിട്ട് അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. നമ്മളവിടെ ബുക്ക് ചെയ്തിട്ടില്ല പ്രീ ബുക്ക്. അപ്പോൾ നോക്കാം, പറ്റുകയാണെങ്കിൽ കയറാം, ഇല്ലെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ചുറ്റും നോക്കിയിട്ട് നോക്കാം. പ്രയേഴ്സ് അവൈലബിൾ ആട്ടോ. എനിക്ക് തോന്നുന്നു ഈസ്റ്റർ ആയിട്ടുള്ള സർവീസാണ് ഈ ഈസ്റ്ററിന്റെ മെയിൻ പ്രയറിന്റെ ഒരു ഇതാണ് ഇട്ടിട്ടുണ്ട്. ഇതാണ് അപ്പം നമ്മുടെ കത്തീഡ്രൽ കാണാൻ നല്ല രസമാട്ടോ. പച്ച വിരിച്ച പുൽമേടുകളും അതുപോലെ ഭയങ്കര പുരാതന ഹിസ്റ്റോറിക് ആയിട്ടുള്ളൊരു കത്തീഡ്രൽ. ഇതാണ് സംഭവം. കത്തീഡ്രലിന്റെ ഫ്രണ്ട് സൈഡ് ഏതാണെന്ന് നോക്കാം. 7th century ഓപ്പൺ ചെയ്ത ഈ കത്തീഡ്രൽ UK തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ആൻഡ് ലോങ്സ്റ്റ് കത്തീഡ്രൽ എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഇതിൻ്റെ ആർക്കിടെക്ചറാണ് ഇതിനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്. നോർമൻ ആൻഡ് ഗോത്തിക് സ്റ്റൈലാണ് കേട്ടോ ആർക്കിടെക്ചറിൽ ഇവർ ഫോളോ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കത്തീഡ്രലിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ആൾക്കാർ വന്നിട്ടില്ല. 12 മണിക്കാണ് ഇവിടെ പുതുക്ക വെള്ളിയാഴ്ചയുടെ ചടങ്ങുകളൊക്കെ തുടങ്ങും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞങ്ങളോട് ജസ്റ്റ് കാണണമെങ്കിൽ കാണാമെന്ന് പുള്ളി വന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് കാണാമല്ലോ. ഇത് ടിക്കറ്റ് കാശൊന്നുമില്ല, നോർമലി പള്ളി വരുന്ന പോലെ കയറി കാണാവുന്ന ഇതാണ്. എങ്ങനെയുണ്ട് പത്തു കത്തീഡ്രലിനെ കുറിച്ച് ഒരു റിവ്യൂ പറയാം? ഇതിന് മുന്നേ വേറെ കത്തീഡ്രലിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഇതേപോലെ ഒരു ചെറിയ ചാപ്പൽ അതൊരു പെയിന്റിങ് പോലെ ഒരു സംഭവം ഉണ്ട് എല്ലാ യൂണിവേഴ്സിറ്റിയിലും. ഇവിടെ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റിയിലും നമുക്ക് എല്ലാവർക്കും ചാപ്പൽ സർവീസ് ഉണ്ട്. അപ്പോൾ അതിലിങ്ങനെ കയറി, പക്ഷെ ഇത്ര ബിഗല്ല. അപ്പോൾ കത്തീഡ്രൽ ഭയങ്കര വലുതാട്ടോ. മാത്രമല്ല ഭയങ്കര പഴയതാണ്. കുറേ പേര് 1834 സംതിങ് കൂടെ, അത്രയും ഭയങ്കര പഴയതാണ്. അത് മാത്രമല്ല ഭയങ്കര വലിയ കത്തീഡ്രലാണ്. കുറേ സാധനവും കുറേ ബിൽഡിങ്സ് അതുപോലെ കുറേ പേര് അടക്കിയിട്ടുണ്ട് കേട്ടോ. അവരുടെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാം. പിന്നെ ഇന്നിപ്പോൾ നമുക്ക് ഇപ്പോൾ കയറാൻ പറ്റിയത് വിത്തൗട്ട് ഫീ നമുക്ക് കയറാൻ പറ്റിയത് ഗുഡ് ഫ്രൈഡേ സർവീസ് നടക്കണമെന്നാണ്. അപ്പോൾ നമ്മളിങ്ങനെ സ്പെഷ്യൽ ഡേയ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്തായാലും വിസിറ്റ്. അവിടെ ഒരു പുള്ളി പറഞ്ഞു കേട്ടോ, ഫ്രണ്ടിൽ നിൽക്കുന്നത്, നിങ്ങൾ കയറിക്കോ, ജസ്റ്റ് 12 മണിക്ക് തുടങ്ങും, അതിന് മുന്നേ നിങ്ങൾക്ക് കണ്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പ്രയറിൽ ഓൾറെഡി നമുക്ക് അറ്റൻഡ് ചെയ്യാം. പ്രയറിൽ വേണമെങ്കിൽ ചെയ്യാൻ. പക്ഷെ നമ്മൾ ഒത്തിരി ഡിലേ ആവും. നമ്മൾ ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ടാണ് പ്രയറിൽ കൊള്ളാം. പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് സൗത്ത് ആംപ്റ്റൺ പോയി അവിടെ നിന്ന് നേരെ ബോൺമൗത്ത് തുടങ്ങും. കുറച്ച് വലിയ ജേർണി ആയതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ ഞങ്ങളൊന്ന് കയറി ജസ്റ്റ് എല്ലാവരും പ്രാർത്ഥിച്ചു, എല്ലാം കണ്ടു, ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തു. ഞങ്ങളിനി ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേഷൻ ഇനി നെക്സ്റ്റ് നമ്മുടെ ലണ്ടനിൽ നിന്ന് വിഞ്ചസ്റ്ററിലേക്ക് അറൗണ്ട് 1 hour 50 minutes ആണ് ട്രെയിൻ ട്രാവൽ ടൈം വരുന്നത്. പിന്നെ ഈ കത്തീഡ്രൽ ഫേമസ് ആകാൻ വേറൊരു കാര്യം കൂടിയുണ്ട്. ഫേമസ് ആയിട്ടുള്ളൊരു ഓഥർ ജെയിൻ ഓസ്റ്റിൻ, നമ്മുടെ ഫേമസ് ബുക്കായിട്ടുള്ള പ്രൈഡ് ആൻഡ് പ്രെജുഡൈസിൻ്റെ ഒക്കെ ഓഥറാണ് ഈ പുള്ളിക്കാരി. ഈ പുള്ളിക്കാരിനെ ബറി ചെയ്തിട്ടുള്ളത് ഈ കത്തീഡ്രലാണ്. കത്തീഡ്രലിലേക്കുള്ള എൻട്രി ഫീ വന്നിട്ട് അഡൾട്ട്സിനാണെങ്കിൽ 14 pounds ആണ്. അത് ഓൺലൈനിലാണെങ്കിൽ 13 pounds ആട്ടോ കാണിക്കുന്നത്. ചൈൽഡ് ആണെങ്കിൽ 8 pound, അവർക്കും ഓൺലൈനിലാണെങ്കിൽ 7 pounds ആണ് കാണിക്കുന്നത്. കത്തീഡ്രലിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് അതിൻ്റെ തന്നെ ഒരു ഷോപ്പിലാട്ടോ. ഷോപ്പിൽ കത്തീഡ്രലിലെ കുറേ ബുക്സും ഹിസ്റ്റോറിക് ആയിട്ടുള്ള ബുക്ക്, പോയം, അതുപോലെ തന്നെ ഡെക്കേഴ്സ്, വിഞ്ചസ്റ്ററിൻ്റെ ഡെക്കേഴ്സ്, ഹാങ്ങിങ്സ്, അങ്ങനെ കുറേ സാധനം വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ കുറേ പെർഫ്യൂംസും ലോഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ലാവൻഡറിൻ്റെ ഒക്കെ ഞങ്ങൾ കുറച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. ഇപ്പം ഞങ്ങൾ നേരെ പോകുന്നത് ടൈറ്റാനിക് മ്യൂസിയം ആണ് കേട്ടോ. നമ്മുടെ സൗത്ത് ആംപ്റ്റൺ സെൻട്രലിലുള്ള ഒരു മ്യൂസിയം ആണ് ടൈറ്റാനിക് മ്യൂസിയം, അല്ലെങ്കിൽ സീ സിറ്റി മ്യൂസിയം എന്നാണ് കേട്ടോ ഇത് അറിയപ്പെടുന്നത്. 2012 ആണ് ഈ മ്യൂസിയം ഓപ്പൺ ചെയ്തത്.
ഞങ്ങൾ അവിടെ കയറിയപ്പോൾ തന്നെ ഒരു പുള്ളിക്കാരൻ ഞങ്ങൾക്ക് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മാപ്പിലൂടെ. ഈ മ്യൂസിയത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ വന്നിട്ട് ഇവരൊരു എക്സിബിഷൻ പോലെ നടത്തുന്നുണ്ട് കേട്ടോ. ടൈറ്റാനിക് സ്റ്റോറി എന്ന ടൈറ്റിലിൽ ഒരു എക്സിബിഷൻ. അതിൻ്റെ ഉള്ളിൽ കയറിയ അവർ ഭയങ്കര രസമായിട്ട് അന്ന് സൗത്ത് ആംപ്ടണിൽ നിന്ന് ആരൊക്കെ ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്നു, ആരൊക്കെയായിരുന്നു സർവൈവേഴ്സ്, അവരുടെ നെയിമും അതിലുള്ള എല്ലാ ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെ ഫോട്ടോസും കിട്ടുന്നവരുടെ ഫോട്ടോസും പേരും അവിടെ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഫുൾ ഡിജിറ്റൽ ആൻഡ് ഓഡിയോ എഫക്ട്സ് വഴി നമ്മൾ ആ ഷിപ്പിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും എന്നുള്ള എഫക്റ്റ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ടൈറ്റാനിക് സ്റ്റോറി എന്ന് പറഞ്ഞ എക്സിബിഷൻ്റെ ഉള്ളിൽ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ തന്നെ ഇവിടുത്തെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ ഡിസ്പ്ലേ ആണ് കേട്ടോ. അതുപോലെ ഓഡിയോ ക്ലിപ്പ്, അന്ന് ടൈറ്റാനിക്കിൽ സർവൈവ് ആയിട്ടുള്ള ആൾക്കാരുടെ ഓഡിയോ ക്ലിപ്പ് ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ സംസാരിക്കുന്നതും അന്നത്തെ ഇൻസിഡൻസിനെ കുറിച്ച് അവർ പറയുന്നതെല്ലാം നമുക്കൊരു സ്റ്റോറി പോലെ ഇതിൽ കാണാം. ഈ മ്യൂസിയത്തിലോട്ടുള്ള എൻട്രി ഫീ വരുന്നത് ഒരാൾക്ക് 14 പൗണ്ട്സ് ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതേപോലെ ടൈറ്റാനിക്കിലെ ഡ്രസ്സിൻ്റെ ഒരു മോഡൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞങ്ങൾ അതിൽ നിന്ന് 2-3 ട്രൈ ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആട്ടോ. ബോംബെ സ്പൈസസ് എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് ആട്ടോ ഞങ്ങൾ ട്രൈ ചെയ്തത്. പാവ് ബജി, ബേൽപൂരി, പിന്നെ ഞങ്ങൾ മെയിനായിട്ട് കഴിച്ചത് ചോലെ ഭട്ടൂരയാണ് കേട്ടോ. അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ബോൺമൗത്തേക്ക് പോയി. അപ്പോൾ ഇതാണ് കേട്ടോ ഹോട്ടൽ റൂം. ജസ്റ്റ് ഇവിടുന്ന് ഒരു 10 മിനിറ്റ്സ് വാക്കാം നമ്മുടെ ബീച്ചിലോട്ടുള്ളൂ. ഞങ്ങളുടെ റൂമിൽ നിന്ന് സ്വിമ്മിംഗ് തപ്പിയുള്ള പോക്ക്. എത്ര മണിയിൽ ഓപ്പൺ ആണോ? 5. നമ്മളിപ്പോൾ ബീച്ചിലോട്ട് പോവാം കേട്ടോ. റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. ഇനി നമുക്ക് ബീച്ചിൽ പോയി എന്തായാലും ഈവനിങ് ആയി, പക്ഷെ ഒരു നൈറ്റ് ലൈഫ് അല്ലേ? ഇത് നൈറ്റ് അല്ല എന്നാണ് പാത്ത് പറയുന്നത്, പക്ഷെ എനിക്കിത് നൈറ്റ് ആയ പോലെയാണ് തോന്നുന്നത്. 6 മണിയായി, ഇനിയും നൈറ്റ് ലൈഫ് കിടക്കുന്നു. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഓ നമ്മളിപ്പോ എവിടെയാ പാത്തു? പിയറിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഫിഷ് ആൻഡ് ചിപ്സിന്റെ ഫ്രൈഡേ നോർമലി ബ്രിട്ടീഷ് ഇംഗ്ലീഷ് പീപ്പിൾ എല്ലാവരും ഫിഷ് ആൻഡ് ചിപ്സ് ആണ് കഴിക്കാറ്. മെയിൻ ആയിട്ട് സീഡ് എടുത്ത് വരുമ്പോ ഫിഷ് ആൻഡ് ചിപ്സ് ആണ് അവിടുത്തെ ഫേമസ്. അതൊരു പ്രത്യേക വൈബാണ്. അപ്പൊ ഞങ്ങള് ഫിഷ് ആൻഡ് ചിപ്സിന്റെ മണം അടിച്ച് അവിടെ നിന്ന് വന്ന് ഫിഷ് ആൻഡ് ചിപ്സ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നോക്കാണ് കേട്ടോ. റേറ്റ് ഒന്നും അറിയില്ല. ബോൺമൗത്ത് ബീച്ചിൽ ഞങ്ങൾ എത്തി കേട്ടോ. ബീച്ചിലെത്തിയ സമയത്ത് വെതർ അത്ര നല്ലതായിരുന്നില്ല. നല്ല കാറ്റും മഴയൊക്കെ ഉള്ള ഒരു വെതറായിരുന്നു കേട്ടോ. ഭയങ്കര തണുപ്പും. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല. കുറച്ച് നേരമൊക്കെ നിന്ന് സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ച് നേരെ റൂമിൽ കയറി കേട്ടോ. റൂമിൽ കയറി ഞങ്ങൾ ബാക്കിയുള്ള ടൈം കുറച്ച് റീൽസും സ്വിമ്മിംഗ് പൂളും അങ്ങനെയൊക്കെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് അന്നത്തെ ദിവസം അങ്ങനെ വൈൻഡപ്പ് ചെയ്തേ. ഹലോ, അപ്പോൾ നമ്മൾ റൂം സ്റ്റേ ഒക്കെ കഴിഞ്ഞ് ചെക്കൗട്ടാണ് കേട്ടോ. ചെക്കൗട്ടായി. ഇനി നേരെ സ്ട്രെയിറ്റ് ടു ഡർഡിൽഡോ. കുഴപ്പമില്ല, ഇങ്ങനത്തെ ഒരു കുട്ടി. ഉദ്ദേശിച്ച തണുപ്പില്ല കേട്ടോ. ഞങ്ങൾ രാവിലെയൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു. അപ്പം ഞങ്ങൾ കുറേ നേരം റൂമിലിരുന്ന് പ്ലാൻ ചെയ്തു. ബോൺമൗത്ത് ബീച്ചിനോട് നമ്മൾ ഗുഡ് ബൈ പറയുകയാണ് കേട്ടോ. കഴിഞ്ഞു. നടന്നു പോകുന്ന ഇവിടെ സ്റ്റേഷൻ അടുത്താണ്. അപ്പം ഞങ്ങൾ നടന്നു പോയിട്ട് അവിടെ നിന്ന് ട്രെയിൻ എടുക്കണം.
നമ്മളിപ്പോൾ ഡോറിലോട്ട് ബോൾമൗത്തിൽ നിന്ന് ട്രെയിൻ കയറിയിരിക്കുകയാണ്. തിരക്കൊന്നുമില്ലാത്ത ട്രെയിനാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, വയറൊക്കെ നിറഞ്ഞ വയറൊക്കെ ഫുള്ളായി. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പോക്ക് നടക്കും. അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി. എന്ത് ട്രിപ്പ് ആയാലും ഞങ്ങളുടെ വയറ് നന്നായിരിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് മൂഡ് സ്വിങ്സ് വരും. അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചു. ഇപ്പുറത്ത് പാത്തുണ്ട്, പാത്തുവിനെ എടുക്കാത്തതുകൊണ്ട് ഞാൻ പിണക്കത്തില്ല. ഇല്ല, എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ടേബിളിൽ നീളം അധികം വലിപ്പമില്ലാത്തതുകൊണ്ട് 3 പേര് ഒരുമിച്ച് കിട്ടുന്നില്ല. പാത്തു അതുകൊണ്ട് ഫോൺ നോക്കി അറിയാത്ത പോലെ ഇരിക്കാൻ. ഞാൻ തലേന്നത്തെ ബോൺമൗത്ത് ബീച്ചിലെ വെതർ പോലെയല്ല കേട്ടോ. ഡർട്ടിൽ ടോർ ഞങ്ങളോട് അത്രയും ചതി ചെയ്തില്ല. ഡർട്ടിൽ ടോറിലെ അടിപൊളി കാലാവസ്ഥയായിരുന്നു കേട്ടോ. ഫുൾ ഡേ നല്ല കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കൊടയോ മഴയോ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഹലോ, അപ്പൊ നമ്മുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ ഈ വട്ടത്തെ ഡർട്ടിൽ ടോറിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. കിടന്നും ഇരുന്നൊക്കെ പോവാട്ടോ. നമുക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ കോച്ച് കൊടുക്കുന്നത്, 3 പേരെ വെച്ചിട്ട്. ഇത് ശരിക്കും റെയിൽ റീപ്ലേസ്മെന്റ് കോച്ചാണ് കേട്ടോ. ഈ റെയിൽ ലൈക്ക് പല സ്റ്റേഷനും തമ്മിലുള്ള നിർത്താറുണ്ട്. അപ്പൊ അവിടെ എഞ്ചിനീയറിംഗ് റെയിലിൽ എന്തെങ്കിലും വർക്ക് നടക്കും, റെയിലിൽ വർക്ക് നടത്തുന്നതുകൊണ്ട് നിർത്തിയതാണ്. ഭാഗ്യത്തിൽ ഞങ്ങളുടെ ഊബർ ചേട്ടൻ ഒരു നല്ലൊരു ചേട്ടനായതുകൊണ്ട് പുള്ളിയോട് സംസാരിച്ചൊന്നുമില്ല. ഷാഹിദ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയാണ് നമ്മളെ ഡ്രോപ്പ് ചെയ്തത്. ആക്ച്വലി ഞങ്ങൾ ഡർട്ടിലോട്ട് വോളാണ് എടുത്തത്, പക്ഷെ പുള്ളിയുടെ വീട് ബോൺമൗത്ത് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ബോൺമൗത്ത് വരെ തോന്നുന്നു. അതുപോലെ പുള്ളി ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പും ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം ക്യാഷ് പോയിട്ടില്ല. പുള്ളി നല്ലൊരു മനുഷ്യനായതുകൊണ്ട് ഞങ്ങളെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇറക്കി. സോ ഞങ്ങൾക്ക് 6 പൗണ്ടിൽ ഡർട്ടിൽ ടു ബോൺമൗത്ത് വരെ എത്തി. നല്ല കാര്യമായിരുന്നു. നമ്മൾ ഇന്ന് വരെ ഇങ്ങനത്തെ സർവീസ് നമുക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ആദ്യമായിട്ടുള്ള, ഞങ്ങൾക്ക് അങ്ങനത്തെ ലാഭങ്ങളൊന്നും കിട്ടാറില്ല. എന്തായാലും അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടോ നല്ല കാര്യം സംഭവിച്ചു. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ ബൈ ബൈ. നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ നല്ല ടയേർഡായി. ഒരു കോഫിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് സൗത്ത് ആംപ്റ്റണിൽ നിന്ന് ഇപ്പോൾ ട്രെയിൻ എടുത്തിരിക്കുകയാണ് വാട്ടർലൂവിലോട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഡർട്ടിൽ ടോർ ട്രിപ്പ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു, ബൈ ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.